വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഈ ഫുട്ബോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഗെയിമാണ്. ഇപ്പോൾ യുണൈറ്റഡ് ഫാനായിട്ടുള്ള ആ ഒരു ചെറിയ പയ്യനെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മാച്ച് ഏകദേശം ആ ഒരു 100 മിനിറ്റൊക്കെ കഴിഞ്ഞ് ലാക്കസേറ്റിൻ്റെ ആ ഗോളിനൊക്കെ ശേഷം ആ പയ്യനിരുന്ന് കരയുന്ന വിഷ്വൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ ടീം ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ലിയോണോട് 2 ഗോളിൻ്റെ ലീഡ് എടുത്തതിന് ശേഷം 4 ഗോൾ കൺസീഡ് ചെയ്ത് തോൽക്കുമോ എന്നുള്ളൊരു പേടിയാണ് ആ പയ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ യുണൈറ്റഡ് അവിടുന്ന് കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ച് ഫൈനലി അവിടെ ഒരു ഗോള് വരികയാണ്. ആ ഗോൾ അടിക്കുന്നത് മഗ്വയറാണ്. മഗ്വയറിന് വേണ്ടിയിട്ട് മഗ്വയറിൻ്റെ തലയിലേക്ക് തളികയിൽ എന്ന വണ്ണം ആ ബോൾ വെച്ചു കൊടുക്കുന്നത് ആരാണ്? അത് കാസമീറോ എന്ന് പറയുന്ന സീരിയൽ വിന്നറാണ്. ചാമ്പ്യൻസ് ലീഗൊക്കെ അടിച്ച് തഴമ്പിച്ച റയലിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയ പ്ലെയറാണ്. ആൾക്ക് ഒരുപാട് പരിമിതികളുണ്ടെങ്കിൽ പോലും ആൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അതിനൊട്ടും കുറവില്ല. ആളങ്ങനെ സ്റ്റെപ്പപ്പ് ചെയ്തൊരു മൊമെൻറ്റ്, ഒരു സീനിയർ പ്ലെയർ സ്റ്റെപ്പപ്പ് ചെയ്തിട്ട് കൊടുത്ത ബോൾ, ക്ലാസ് ബോൾ, അത് മഗ്വയർ കൺവേർട്ട് ചെയ്യുന്നതോടെ എഗെയിൻ ആ പയ്യൻ കരയുകയാണ്. പക്ഷെ ഇപ്പോൾ കരയുന്നത് തൻ്റെ ടീമിൻ്റെ ആ ഒരു പരാജയത്തിലേക്ക് പോകുന്നുള്ള കാര്യം ആലോചിച്ചിട്ടില്ല. തൻ്റെ ടീം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, തൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കംബാക്ക് സമ്മാനിച്ചു. അത് കണ്ടുകൊണ്ട് ആ പയ്യൻ സ്റ്റേഡിയത്തിൽ നിന്ന് കരയാണ്, തൻ്റെ പാരൻറ്റിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. വല്ലാത്തൊരു സീനാണത്. അതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് തരുന്ന ഇമോഷൻസ് അതൊക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു യുണൈറ്റഡ് ഫാൻ അല്ല, നമ്മൾ സൈഡിൽ നിന്ന് കളി കാണുമ്പോൾ ഇങ്ങനത്തെ കംബാക്കൊക്കെ കാണുമ്പോൾ ഫുട്ബോൾ ഫാൻ എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു ലഹരിയുണ്ട്, ഒരു കിക്കുണ്ട്. അത് ഡിഫറൻ്റ് ആണ്. അത് ഫുട്ബോളിന് മാത്രം തരാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അത് ഇന്ന് എനിക്ക് ആസ് എ ഫുട്ബോൾ ഫാൻ എന്നുള്ള നിലക്ക് വല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഐ എം സോ ഹാപ്പി ഫോർ യുണൈറ്റഡ് ഫാൻസ്. അവരുടെ ടീം ഒരു അൺബിലീവബിൾ കംബാക്ക് പുൾ ചെയ്തു. അതും ലിയോണെതിരെ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ. അത് ഗ്രേറ്റ് പെർഫോമൻസ് ആണ് യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന്. അവർ അതിവിദഗ്ധമായിട്ട് തന്നെ ആ ഫൈനൽ മിനിറ്റ്സ് ഹാൻഡിൽ ചെയ്ത് അവിടെ വിക്ടറി ഗ്രാബ് ചെയ്തു. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ലെഗ് നോക്കുകയാണെങ്കിൽ 2-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-2 നിന്ന ഒരു മാച്ചായിരുന്നു. 2-2 നിന്ന ഒരു മാച്ചായിരുന്നു. യുണൈറ്റഡ് അവിടെ ബോട്ട്ലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത്, ഓൾഡ് ട്രാഫോർഡിലേക്ക് വരുന്ന സമയത്ത് യുണൈറ്റഡിന് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓപ്പോസിറ്റ് കളിക്കുന്നത് ലിയോൺ ആണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡാണ്. അവിടെ ഫൊനസ്ക വന്നതിന് ശേഷം അവരെല്ലാ മാച്ചിലും ആവറേജ് 2 ഗോളൊക്കെ പെർ മാച്ച് അടിക്കുന്നുണ്ട്. സോ അവർ സ്കോറിങ് അത്രയും സ്ട്രോങ് ആണെന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് സ്ട്രോങ് സ്റ്റാർട്ടാണ് യുണൈറ്റഡിന് കിട്ടിയത്. അതായത് അവിടെ മാസറോയിൻ്റെ സൈഡിൽ നിന്ന് ഒരു ലോങ് ബോൾ വരുന്നു. ആ ലോങ് ബോൾ ബ്രൂണോ ട്രാപ്പ് ചെയ്ത ശേഷം അത് നമ്മുടെ ഗർണാച്ചോക്ക് കൊടുക്കുന്നു. ഗർണാച്ചോ അടിപൊളിയായിട്ടുള്ള ബോൾ കൊണ്ട് മൂവ് ചെയ്തിട്ട് പാസ് വെച്ച് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടെ ഗർണാച്ചോ ആ ഒരു ബോൾ വെച്ച് കൊടുക്കുന്നത് ഉഗാർട്ടോക്ക് വേണ്ടിയിട്ടാണ്. ഉഗാർട്ടെ അത് സ്കോർ ചെയ്യുന്നു. അടിപൊളി സീക്വൻസ് ആയിരുന്നു. എന്താണ് അമോറിങ് ബോൾ എന്നുള്ളതിൻ്റെ ഗ്ലിംസ് ഉണ്ടല്ലോ, ആ ഗ്ലിംസിലൊന്നാണ് നമ്മൾ അവിടെ കണ്ടത്. മാസറോയിൻ്റെ ബോൾ അത് ബ്രൂണോ ടാപ്പ് ചെയ്യുന്നു ആൻഡ് ഗർണാച്ചോക്ക് കൊടുക്കുന്നു. ഗർണാച്ചോ അത് നേരെ ഉഗാർട്ടേക്ക് കൊടുക്കുന്നു, സ്കോർ ചെയ്യുന്നു. ഉഗാർട്ടെ ഫസ്റ്റ് ലെഗിൽ ഒരു അസിസ്റ്റാണ് നേടിയതെങ്കിൽ രണ്ടാമത്തെ ലെഗിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗോളാണ് നേടുന്നത്. ആൻഡ് അതിനുശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതോടെ ഒരു ഗോൾ കൂടെ അവരടിക്കുന്നുണ്ട്. അതടിക്കുന്നത് ഡാലോ ആണ്. ഡാലോക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ലോങ് ബോൾ കൊടുക്കുന്നത് മഗ്വയറാണ്. ഡാലോ ആ ബോൾ എടുത്ത് പോയതിൻ്റെ ശേഷം ഉഷാറായിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഡാലോൻ്റെ സൈഡിൽ നിന്നും നല്ലൊരു ഗോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ മാച്ച് സെക്കൻഡ് ഹാഫിലേക്ക് എത്തി. ഫസ്റ്റ് ഹാഫിൽ ഒരു 10-15 മിനിറ്റ് ലിയോൺ കളി കയ്യിൽ വെച്ചിരുന്നെങ്കിൽ പോലും ബാക്കിയുള്ള സമയമൊക്കെ കാര്യങ്ങൾ യുണൈറ്റഡിൻ്റെ അണ്ടർ കൺട്രോളായിരുന്നു എന്ന് പറയാം. അവർക്ക് നല്ല സ്റ്റാർട്ട് കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു 25 to 40 മിനിറ്റ് കാര്യങ്ങൾ ഇത്തിരി പാളിപ്പോയി. പക്ഷേ അവർ വീണ്ടും മേക്ക് ഓവർ ചെയ്ത് ഒരു ഗോൾ അടിച്ചു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ യുണൈറ്റഡ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഡാലോ വരെ ഗോൾ അടിച്ചു. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആ ഗോൾ പ്രൊട്ടക്റ്റ് ചെയ്ത്, ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതായിരുന്നു യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുണ്ടായിരുന്നത്.
പക്ഷേ അവിടെയാണ് ലിയോൺ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ പുറത്തെടുക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെയാണ് യുണൈറ്റഡ് ബിൽഡ് ചെയ്ത് വന്നത്, ആ ഒരു മൊമെൻറ്റം എല്ലാം സെക്കൻഡ് ഹാഫിൽ തകർന്ന് താറുമാറായി പോകുന്നുണ്ട്. അതിപ്പോൾ ഒരു പ്ലെയറിനെ ഇകഴ്ത്തി താഴ്ത്തി പറയാന്നുള്ളതല്ല, എല്ലാവരും മോശമായിരുന്നു. എസ്പെഷ്യലി യുണൈറ്റഡ് ബെറ്റർ ആയിട്ട് കളിച്ച സമയത്ത് പോലും എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റാസ്മസ് ഹോയിലൻഡാണ്. വളരെ മോശമാണ് ആളുടെ പൊസിഷനിങ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, ആളുടെ പൊസിഷനിങ് എപ്പോഴും ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആണ്. ഇപ്പോൾ ഇടയ്ക്ക് ആൾക്ക് ഡെലിവറി കിട്ടുന്നില്ല എന്ന് പറയാം, ഇടയ്ക്ക് ഡെലിവറി കിട്ടുമ്പോൾ ആൾ എന്താ ചെയ്യുന്നത്, ഭയങ്കര മോശം പെർഫോമൻസ് ആണ് ആസ് എ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ ആൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണണ്ടേ, അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. സോ ആളുടെ കാര്യത്തിൽ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. സെക്കൻഡ് ഹാഫിൽ ടീം ടോട്ടലി താറുമാറായി. പിന്നെ കളി കൺട്രോൾ ചെയ്യുന്നത് ലിയോണാണ്. അതിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ചെർക്കിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ചെർക്കിയാണ് ഇപ്പോൾ യുണൈറ്റഡ് ഈ ഒരു കംബാക്ക് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ചെർക്കിയാണ് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് വാങ്ങേണ്ട മനുഷ്യൻ എന്നുള്ളത്. സോ ചെർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് മാച്ച് ആയിരുന്നു ഒന്ന്. ആൾക്കൊരു ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ട് ഫൈനലി. ആൻഡ് ആൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അടിപൊളിയാണ്. ആളുടെ ആ ഒരു കൺട്രോളും ആ ഒരു പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ നമുക്കറിയാം. അതൊക്കെ ഇന്നത്തെ മാച്ചിൽ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. ആൾ ലിയോണ് വിടാൻ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ആരൊക്കെ ആ പ്ലെയർക്ക് വേണ്ടി വരും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം. അങ്ങനെ കംപ്ലീറ്റ്ലി ലിയോണ് കയ്യിലേക്ക് എടുത്തൊരു മാച്ച്. അത് തന്നെ ഒരു 60 മിനിറ്റുകൾക്ക് ശേഷം ലാക്കസെറ്റ് വരുന്നു. ആൻഡ് അവിടെ വരുന്ന വേറെ പ്ലെയർ ഉണ്ട്, ആ ചങ്ങാൻ്റെ പേര് ഞാൻ മറന്നുപോയി, മാലിക് ഫൊഫാന ലെഫ്റ്റിൽ വരുന്നു. പിന്നെ കളി അങ്ങോട്ട് മാറി. അത് ലിയോൺ അങ്ങോട്ട് കയ്യിൽ വെച്ചു കളി. അത് തന്നെ ലെഫ്റ്റിൽ മാലിക് ഫൊഫാന കൊണ്ടുവന്ന ഇമ്പാക്റ്റ് ഭീകര ഇമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് അവിടെ വന്ന ലക്കസെറ്റ് കൊണ്ടുവന്ന ഇമ്പാക്റ്റും അടിപൊളിയായിരുന്നു. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു 70 മിനിറ്റുകൾക്ക് ശേഷം 71-ാം മിനിറ്റിലാണ് ഫസ്റ്റ് ടൊലീസിൻ്റെ ഗോൾ വരുന്നത്. അവിടെ ആ കോർണർ എഗെയിൻ യുണൈറ്റഡ് അവിടെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ വരികയാണ്. അതായത് അവിടെ ഒരു ക്ലിയറൻസ് യുണൈറ്റഡിൻ്റെ പ്ലെയർ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു യോറോ ആണെന്ന് തോന്നുന്നു, യോറോ ക്ലിയറൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രോപ്പർ ക്ലിയറൻസ് ആവുന്നില്ല. അത് അവിടെ കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ലിയോണ് ഫൈനലി അവിടെ ലക്കസെറ്റ് ഒരു ബോൾ ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, ടൊലീസ് സ്കോർ ചെയ്യുന്നു. അങ്ങനെ മാച്ച് 2-1 എത്തുകയാണ്. ഇപ്പോൾ 2-1 എത്തിയപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും യുണൈറ്റഡ് ഫാൻസിൻ്റെ കണ്ണൊക്കെ ഒന്ന് ഇരുട്ട് കയറി തുടങ്ങും, സ്വാഭാവികമാണ്. അങ്ങനെ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. എഗെയിൻ ഒരു ഗോൾ കൂടെ അവരടിച്ചു. അങ്ങനെ മാച്ച് നേരെ 2-2 നീങ്ങി. അത് വല്ലാത്തൊരു മൊമെൻ്റാണ്. കാരണം 2 ഗോളിൽ ലീഡ് എടുത്തിട്ട് എഗെയിൻ യുണൈറ്റഡ് ബോട്ടിൽ ചെയ്യുന്നു. ആ 2-2 നീങ്ങുന്ന ഗോൾ അടിച്ചത് നമ്മൾ അർജന്റീനക്കാരനായിട്ടുള്ള ടാഗ്ലിയഫിക്കോ ആണ്. അതും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഗോളായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ അത് യുണൈറ്റഡ് കൺസീഡ് ചെയ്തു. സോ കാര്യങ്ങൾ കൈവിട്ട് പോയി എന്നുള്ള നിലയിലേക്ക് എത്തി. അപ്പം അത് തന്നെ പറയേണ്ടത്, ബെഞ്ചിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഈ ലൂക്ക് ഷോ എടുത്ത പെർഫോമൻസ് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. പേഴ്സണലി എന്നെ ദോർഗ് വല്ലാണ്ട് നിരാശപ്പെടുത്തി കളഞ്ഞു. ദോർഗ് വളരെ യങ്ങാണ്, പക്ഷെ ആളെ ഇന്ന് അത്യാവശ്യം നിരാശപ്പെടുത്തി കളഞ്ഞു. നല്ല പണി ലിയോണിൻ്റെ പ്ലേയേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഈ ചങ്ങായി ചെറുക്കിയൊക്കെ നിലക്ക് നിർത്തിയിട്ടില്ല ദോർഗ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന സമയത്ത്. ലൂക്ക് ഷോ വന്നതിന് ശേഷം ലൂക്ക് ഷോ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോയി. അങ്ങനെയാണ് മാച്ച് എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുന്നത്. അപ്പം ഈ ഒരു എക്സ്ട്രാ ടൈമിലേക്ക് മാച്ച് നീങ്ങുന്ന സമയത്ത് എക്കെയിൻ കാര്യങ്ങൾ ലിയോണ് കയ്യിലേക്ക് എടുക്കുകയാണ്. അവിടെ ചെറുക്കിൻ്റെ ഒരു ഗോള് വരുന്നു, മാച്ച് 3-2 എത്തുന്നു. ആ ഒരു സമയത്ത് ലിയോണ് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2 ഗോളിന് പിന്നെ നിന്നിട്ട് ഓപ്പോണൻ്റ് ഹോമിൽ പോയിട്ട് 3 ഗോൾ തിരിച്ചടിക്കുക എന്ന് പറയുമ്പോൾ മാച്ചിൻ്റെ വൈബ് മാറി. അപ്പോൾ ചെറുക്കിനെ സംബന്ധിച്ചിടത്തോളം വെൽ ഡിസർവിങ് ആയിട്ടുള്ള ഗോളായിരുന്നു. അത്രയും സമയം യുണൈറ്റഡിൻ്റെ ഡിഫൻസിന് നല്ല പണി കൊടുത്തിട്ടുണ്ടായിരുന്ന പ്ലെയറാണ് ചെറുക്കി. ആൻഡ് ഡിസർവിങ് ആയിട്ടുള്ള ഒരു ഗോള് അവിടെ നേടുന്നു. 3-2 നിൽക്കുന്നില്ല, 4-2 സ്കോർ നീങ്ങുകയാണ്. അതിന് ലാക്കസേറ്റയാണ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ ലാക്കസേറ്റിൻ്റെ ഗോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പെനൽറ്റി കൺസീഡ് ചെയ്യണം. അത് ചങ്ങായി ലൂക്ക് ഷോണ് കൺസീഡ് ചെയ്യുന്നത്. അതൊരു ഡിസാസ്ട്രസ് ക്യാമിയോ ആയിരുന്നു ലൂക്ക് ഷോനെ സംബന്ധിച്ചിടത്തോളം. ലൂക്ക് ഷോ പെനൽറ്റി കൺസീഡ് ചെയ്തു. വളരെ ഭംഗിയായിട്ട് തന്നെ ലാക്കസെറ്റ് അത് അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലാക്കസെറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡിസ്പ്ലേ ആണ് ആൾ ബെഞ്ചിൽ നിന്ന് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആൾക്ക് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സോ ഗ്രേറ്റ് പെർഫോമൻസ് ആൾ ഡെലിവർ ചെയ്തു. ഒരു ഇമ്പാക്ട് പ്ലെയർ പണി കൃത്യമായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ്. അതിപ്പോൾ മാലിക് ഫൊഫാന ആണെങ്കിലും, ഇപ്പോൾ മാലിക് ഫൊഫാന ബോൾ എടുത്ത് വന്നിട്ട് ആണ്
അവിടെ ചെർക്കിക്കുള്ള ഗോളിനുള്ള വഴിയൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. സോ ഇന്ന് ഫോനസ്ക നടത്തിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്പോട്ട് ഓൺ ആയിരുന്നു. അങ്ങനെ 4-2 കംഫർട്ടബിൾ ആയിട്ടുള്ള ലീഡിൽ 110 മിനിറ്റിലേക്ക് എത്തുമ്പോഴേക്കും ലിയോൺ എത്തുകയാണ്. അപ്പം എല്ലാവരും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എഴുതി തള്ളിയ സമയമായിരുന്നു. അപ്പം ഞാൻ കണ്ടത് സോണി ലൈവിൻ്റെ ലൈവായിരുന്നു. അപ്പം അതിൽ പറയുന്നുണ്ട് അത് ലിയോൺ സീൽ ചെയ്തു, സെമി ഫൈനലിലേക്കുള്ള സ്പോട്ട് ലിയോൺ സീൽ ചെയ്ത് കഴിഞ്ഞു എന്ന് കമൻട്രി പച്ചയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളും വിചാരിച്ചു ഇനി യുണൈറ്റഡ് ഒരു കംബാക്ക് നടത്തും. ഇത്ര വലിയ ബോട്ടിലിംഗ് നടത്തിയതിന് ശേഷം യുണൈറ്റഡ് ഒരു കംബാക്ക് നടത്തുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ യുണൈറ്റഡ് ആ കംബാക്ക് നടത്തി. നമ്മളൊന്നും ഒരിക്കലും വിചാരിക്കാത്ത കംബാക്ക് യുണൈറ്റഡ് നടത്തി. വാട്ട് എ ഗെയിം. പിന്നീട് നടന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണ്. നമ്മളൊന്നും മനസ്സിൽ വിചാരിക്കാത്ത, സ്വപ്നം കാണാത്ത സംഭവങ്ങളാണ് പിന്നെ ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. ഔട്ട് ഓഫ് സിലബസ് പരിപാടിക്ക് തുടക്കമിടുന്നത് ബ്രൂണോ ഫെർണാണ്ടസിന്റെ പെനാൽറ്റിയാണ്. ആ പെനാൽറ്റിയോടെ വിൻ ചെയ്യുന്നത് ആരാണ്? അത് കാസമീറോ ആണ്. കാസമീറോന്റെ മേലെ അൽമേഡന്റെ ചാലഞ്ചിലാണ് ആ പെനാൽറ്റി വരുന്നത്. ബ്രൂണോ അത് ഭംഗിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പ്രഷറോ, എന്ത് പ്രഷർ, കൺവേർട്ട് ചെയ്യുന്നു. ബ്രൂണോനെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് ഗെയിമാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രേറ്റ് ഗെയിമാണ് ബ്രൂണോനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്നിട്ടുള്ളത്. ആള് 100% എഫേർട്ട് ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഫൈനലി അതിൻ്റെ റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. പല സമയത്തും ആളുടെ പെർഫോമൻസ് ഭയങ്കര മോശമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും റീസെൻ്റ് ആയിട്ട് ആളുടെ പെർഫോമൻസ് ഉണ്ടല്ലോ ഗ്രേറ്റ് ആണ്. യുണൈറ്റഡിനെ താങ്ങി നിർത്തുന്ന ഫാക്ടറാണ് ബ്രൂണോനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും എനിക്കൊരു ബയാസ് ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ ചില സമയത്ത് അമിതമായിട്ട് നമ്മൾ ബ്രൂണോനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആൾ നിലവിലെടുക്കുന്ന പെർഫോമൻസ് ഗ്രേറ്റ് പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ എൻ്റെ അമ്മോ രക്ഷയില്ല. ആൻഡ് ടോട്ടലി 3-2 മാച്ച് എത്തിയല്ലോ. ആൻഡ് എക്കെയിൻ അവിടെ ഒരു സംഭവം വരുന്നത് കാസമീറോൻ്റെ അടുത്ത് തന്നെയാണ്. കാസമീറോ ആണ് കോബി മൈനുവിന് ആ ബോൾ കൊടുക്കുന്നത്. മൈനു ആ ബോൾ എടുത്ത് ഒരു പ്ലെയർ അങ്ങനെ വെട്ടിത്തിരിഞ്ഞ ശേഷം നിങ്ങൾക്കൊന്നും ഗോൾ അടിക്കാൻ പറ്റൂലെങ്കിൽ ഞാൻ കാണിച്ചു തരാടോ എങ്ങനെ ഗോൾ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മൈനു ഒരു സാധനം, ഒരു അടിപൊളി ഷോട്ട്, ഒരു പ്രോപ്പർ ഫിനിഷർ അടുന്ന് വരുന്ന, ഒരു സ്ട്രൈക്കർ അടുന്ന് വരുന്ന പോലത്തെ ഒരു ഫിനിഷ് പോസ്റ്റിലേക്ക് കയറ്റുകയാണ്. അത് എപ്പോഴാണ്? 120-ാം മിനിറ്റിലാണ്. മൈനു ഇത് ചെയ്യുന്നത് ആദ്യമായിട്ടാണോ? അല്ല. മുമ്പ് ആ ഒരു ലിവർപൂളിനെതിരെയുള്ള മാച്ചിലും മൈനു ഇതേപോലെ ഒരു ക്രൂഷ്യൽ ഗോൾ, ഒരു ക്ലാസ് ഗോൾ, ഒരു വേൾഡ് ക്ലാസ് ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൈനു അങ്ങനെ ഒരു വെടിച്ചില് സാധനം പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുന്നു. അങ്ങനെ 2-0 ലീഡ് എടുത്ത് 4-2 പിന്നിൽ പോയ മാച്ച് യുണൈറ്റഡ് 4-4 എത്തിക്കുകയാണ്. 4-4 എത്തിക്കുകയാണ്. ഓൾഡ് ട്രാഫോർഡൊക്കെ പൊട്ടിത്തെറിച്ചില്ലാന്നേ ഉള്ളൂ. കാരണം അവര് അങ്ങനെ ഒരു കംബാക്ക് അവിടെ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു യുണൈറ്റഡ് എന്ന്. പക്ഷേ അത് അവർ നടത്തി. നമ്മളും പ്രതീക്ഷിക്കുന്നില്ല, ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അവരത് പുൾ ചെയ്തു. കോബി മൈനു ആ ഒരു ഗോൾ അടിച്ചു. ആൻഡ് മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. 1 മിനിറ്റേ നീങ്ങിയിട്ടുള്ളൂ. 1 മിനിറ്റ് നീങ്ങി. ഫൈനൽ വിസിൽ മുഴങ്ങാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ ബാക്കി നിൽക്കുന്ന സമയത്ത് മിഡിന്ന് ബോൾ എടുത്തിട്ട് കാസമീറോ കൃത്യമായിട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു ബോക്സിൽ നിൽക്കുന്ന മഗ്വറെ സ്പോട്ട് ചെയ്യുന്നു. മഗ്വർക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലോഫ്റ്റഡ് പാസ്, തളികയിലെന്ന മണ്ണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അളന്ന് മുറിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലത്തെ ഒരു സാധനം നേരെ കൊടുത്തു. അത് ഭംഗിയായിട്ട് മഗ്വർ ഹെഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കംബാക്ക് അവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. ഗ്രേറ്റ് കംബാക്ക്, ഫുട്ബോളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എവർ കംബാക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു സമയത്ത് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു വൈബ്, അവർക്ക് കിട്ടിയ ഒരു കിക്ക്, ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വേറെ ലെവലായിരിക്കും. അതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ മൊമെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളി കാണുന്നതും എൻജോയ് ചെയ്യുന്നതൊക്കെ. ഗ്രേറ്റ് മൊമെന്റ് ആയിരുന്നു അത് യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. അതും യുണൈറ്റഡ് കാലങ്ങളായിട്ട് ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു ഫാൻ ബേസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു മൊമെന്റ്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഫാനായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സോ കൺഗ്രാജുലേഷൻസ് ടു യുണൈറ്റഡ് ഫാൻസ്. ഇങ്ങനൊരു കംബാക്ക് നിങ്ങൾക്ക് പുൾ ചെയ്യാൻ കഴിഞ്ഞു. സോ അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അടിപൊളിയായിട്ട് അത് പുൾ ചെയ്തു. ഇതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട പ്ലെയർ എന്ന് പറയുന്നത് കാസമീറോ ആണ്. നമുക്കറിയാം കാസമീറോ എല്ലാം
തികഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നല്ല. അപ്പോൾ കാസമിറോൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്, ഓൺ ദ ബോൾ പരിമിതികളുണ്ട്, പേസിൻ്റെ പരിമിതികളുണ്ട്. പക്ഷെ ഒരു ബിഗ് ഗെയിമിൽ ടീമിന് അത്യാവശ്യ ഘട്ടത്തിൽ തന്നെ ആവശ്യം വരുമ്പോൾ, ഞാൻ UCL അടിച്ച് തഴമ്പിച്ചൊരു മനുഷ്യനാണ്, ഞാൻ റയലിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്, ഞാനൊരു മെൻറ്റാലിറ്റി മോൺസ്റ്ററാണ്. അപ്പം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഞാൻ ഇവിടെ 100% ഡെലിവർ ചെയ്യും. അങ്ങനെ കാസമിറോ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഡെലിവർ ചെയ്ത മൊമെന്റ്സ് ആണ് ഇന്ന് യുണൈറ്റഡിനെ രക്ഷിച്ചിട്ടുള്ളത്. ആൾ ആ ഒരു പെനാൽറ്റി അവിടെ നേടിയെടുത്തു. ആൻഡ് അവസാനം വന്ന 2 ഗോളിനും അസിസ്റ്റ് കൊടുക്കാൻ ആൾക്ക് കഴിഞ്ഞു. ഗ്രേറ്റ് ഡിസ്പ്ലേ മാൻ. ആളൊരു വിന്നറാണ്, ആളൊരു പ്രൂവൺ വിന്നറാണ്. ആ ക്വാളിറ്റിയാണ് കാണുന്നത്. കാസമിറോ യുണൈറ്റഡിനെ ആ ഒരു എന്താ പറയുക റെമണ്ടാഡയിലേക്ക് നയിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അവസാനം കൊടുത്ത 2 അസിസ്റ്റും ക്ലാസ് ബോളുകളായിരുന്നു, വേൾഡ് ക്ലാസ് ബോളുകളായിരുന്നു. പൊതുവെ അങ്ങനത്തെ ഐറ്റങ്ങൾ നമ്മൾ കാസമിറോൻ്റെ കാലിൽ നിന്ന് കാണുന്നത് കുറവാണ്. പക്ഷേ വേണ്ട സമയത്ത് ആളെ ഡെലിവർ ചെയ്തു, ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ഗ്രേറ്റ്. അതിന് എത്ര അപ്രിസിയേഷൻ കാസമിറോക്ക് കൊടുത്തു കഴിഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കംബാക്കാണ് യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത്. ചില യുണൈറ്റഡ് ഫാൻസ് ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, 4-2 പിന്നെ പോയപ്പോൾ TV ഓഫാക്കി പോയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ കളി കാണാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ മിസ് ഓഫ് ദ ലൈഫ് ടൈം എന്നല്ലാതെ എന്താ പറയാ. മിസ്സായി, വല്ലാത്ത മിസ് തന്നെ. അപ്പം അതാണ് ആ കംബാക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പെർഫോമൻസിനെ കുറിച്ചും മാച്ചിലെ ചില മൊമെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടൊളീസയ്ക്ക് റെഡ് കാർഡ് കിട്ടുന്നുണ്ട്. ടൊളീസയ്ക്ക് ആ ഒരു സെക്കൻഡ് യെല്ലോ എനിക്ക് തോന്നുന്നത് യോറോൻ്റെ മേലുള്ള ഫൗളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് അവിടെ ടച്ച് ഉണ്ടോ, സെക്കൻഡ് യെല്ലോ കൊടുക്കാൻ മാത്രമുള്ള ടച്ച് ഉണ്ടോ എന്നുള്ള കാര്യം വളരെ വളരെ ഡൗട്ട്ഫുള്ളാണ്. അത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ എനിവേ ടൊളീസോക്ക് സെക്കൻഡ് യെല്ലോ കിട്ടി, റെഡ് കിട്ടി, ആൾ പുറത്തു പോയി. അപ്പം ഇയാൾ റെഡ് കിട്ടി പുറത്തു പോകുന്ന സമയത്തും ഈ 10 ആൾക്കെതിരെ കളിക്കുന്ന യുണൈറ്റഡിന്റെ പെർഫോമൻസ് ഭയങ്കര ഷോക്കായിരുന്നു. ആ ഒരു അവസാനത്തെ 6 മിനിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ യുണൈറ്റഡ് അതുവരെ ഭയങ്കര ഷോക്കായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർലി പല സമയത്തും ബെറ്റർ ടീമായി നിന്നിട്ടുണ്ടായിരുന്നത് ലിയോൺ തന്നെയായിരുന്നു. അത് തന്നെ ചെർക്കിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് പറഞ്ഞതാണ്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് ഗർണാച്ചോൻ്റെ കാര്യമാണ്. ഈ മാച്ചിൽ ഗർണാച്ചോൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ റൂബൻ അമോറിമിൻ്റെ സിസ്റ്റത്തിൽ വേണ്ട ഒരു അറ്റാക്കർ കാണിക്കേണ്ട ഡയറക്റ്റ് എബിലിറ്റി, ആ ഒരു ഡയറക്ട്നെസ് ഒക്കെ ആൾ കൃത്യമായിട്ട് കാണിച്ചു, ആ ഒരു അഗ്രഷനൊക്കെ കാണിച്ചു. പക്ഷെ എന്ത് കാര്യം, ഫൈനലി ആ ഒരു എന്താ പറയുക ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി പറ്റണ്ടേ. അങ്ങനെ ഔട്ട്പുട്ട് കൊടുക്കാൻ ഇന്ന് മൂപ്പർക്ക് കഴിഞ്ഞില്ല. ഒരു അസിസ്റ്റ് കൊടുത്തെങ്കിൽ പോലും ഷുവറായിട്ട് പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റേണ്ട ഒരു ഗോള് ആൾക്ക് കിട്ടി, ഒരു ബോൾ ആൾക്ക് കിട്ടി. പക്ഷെ അത് കൺവേർട്ട് ചെയ്തില്ല. അത് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ മാച്ചിൻ്റെ ഡൈനാമിക്സ് തന്നെ വേറൊന്നായി മാറിയേനെ. സോ എന്താ പറയുക, ഗർണാച്ചോനെ സംബന്ധിച്ചിടത്തോളം ആൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ആൾ ഗോൾ അടിക്കണം. ആളുടെ പേസ് ഓക്കെ, ആളുടെ ഡ്രിബ്ലിംഗ് ഓക്കെ, ആളുടെ ബാക്കിയെല്ലാം ഓക്കെ. പക്ഷെ ഫിനിഷിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആള് നമ്മുടെ ഈ ചങ്ങായിൻ്റെ സിസ്റ്റത്തിൽ, അമോറിമിൻ്റെ സിസ്റ്റത്തിൽ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പിന്നെ മാസറോയി നല്ലൊരു ബോളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ലൂക്ക് ഷോൻ്റെ ഡിസാസ്റ്റർ ക്ലാസ് ആണ് നമ്മൾ കണ്ടത്. ഒനാനൻ്റെ ചില കിഡിലൻ സേവുകൾ നമ്മൾ കണ്ടു ഫസ്റ്റ് ഹാഫിൽ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. ആ ചെർക്കിൻ്റെ ഷോട്ടൊക്കെ ഒനാന അടിപൊളിയായിട്ടാണ് സേവ് ചെയ്തത്. സോ ഒനാന സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ഒനാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് മൊമെൻ്റ് ആണ്. ഇന്ന് തോറ്റിരുന്നെങ്കിൽ, യുണൈറ്റഡ് തോറ്റിരുന്നെങ്കിൽ ആദ്യ എയറിലേക്ക് പോകാൻ പോകുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഒനാന ആയിരുന്നു. പക്ഷേ ഒനാന എസ്കേപ്പായി. നല്ല പെർഫോമൻസ് ആണ് ഒനാൻ്റെ സൈഡിൽ നിന്ന് കണ്ടത്. മഗ്വയർ മാൻ, എത്ര ട്രോള് കിട്ടിയ മനുഷ്യനാണ്, എന്തിൻ്റെയൊക്കെ പേരിൽ. ആ മനുഷ്യൻ അവർ കംബാക്ക് പുൾ ഓഫ് ചെയ്യുന്നതിൽ ഒരു നിർണായക സാന്നിധ്യമായിട്ട് മാറി. ഗ്രേറ്റ് അതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ്. പിന്നെ ഇപ്പം ലെനിയോറോ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. ആൾ അടിപൊളിയായിട്ട് ബോൾ ക്യാരി ചെയ്തിട്ട് ഓപ്പോണൻ്റെ ബോക്സ് വരെ എത്തിയ ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഉഗാർട്ടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. അവിടെ ആൾക്കൊരു ഗോളൊക്കെ നേടാൻ വേണ്ടി കഴിഞ്ഞു. ടോട്ടലി പെർഫോമൻസ് ഭയങ്കര സാറ്റിസ്ഫൈങ് ഒന്നും അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പല സമയത്തും ഈ 10 ആൾക്കെതിരെ കളിക്കുന്ന യുണൈറ്റഡ് ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയെങ്കിൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള വിക്ടറി അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതും ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട് നമ്മുടെ അലക്സ് ഫെർഗൂസൺ സ്റ്റാൻഡിൽ നിൽക്കെ
സോ അത് സ്പെഷ്യലാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം, യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ യുണൈറ്റഡ് ഫാൻസ് എൻജോയ് ചെയ്യാം. അപ്പോൾ അതാണ് പറയാനുള്ളത്. മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക റോളർ കോസ്റ്റർ പരിപാടി ഉണ്ടല്ലോ, ഇമോഷണൽ റോളർ കോസ്റ്റർ, അത് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നിങ്ങൾ യുണൈറ്റഡ് ഫാൻ ആണെങ്കിൽ, ന്യൂട്രൽ ഫാൻ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ യുണൈറ്റഡ് ആണ്, അത്ഭുതങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.